കൊടകരയിൽ നിന്നും 154.420 ഗ്രാം രാസലഹരി പിടികൂടിയ കേസിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. കോട്ടയം ചങ്ങനാശ്ശേരി ഫാത്തിമപുരം പെരുന്ന സ്വദേശി പുതുപ്പറമ്പിൽ വീട്ടിൽ 28 വയസ്സുള്ള സൽമാനാണ് റിമാൻഡിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. മെയ് 3 കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ച് 184.420 ഗ്രാം MDMA-യുമായി ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ഡാർക്ക് മെർച്ചന്റ് എന്നറിയപ്പെടുന്ന ദീപക് രാജു, എറണാകുളം ജില്ലാ നോർത്ത് പറവൂർ മൂത്തുകുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. സൽമാന്റെ നിർദ്ദേശത്തോടും സാമ്പത്തിക സഹായത്തോടും കൂടിയാണ് ദീപക് രാജു, ദീക്ഷിത എന്നിവർ ബംഗളൂരുവിൽ നിന്ന് MDMA കടത്തിക്കൊണ്ടുവന്നതെന്ന് കണ്ടെത്തിയതിനാലാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിൽ ഒന്നാണിത്. ദീപക് രാജുവിനെ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിയതിന് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. കൂടാതെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 2016, 2024, 2025 വർഷങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ചതിനുള്ള കേസുകളുമുണ്ട്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സീനിയർ CPOമാരായ രജീഷ്, ദിലീപ് കുമാർ, CPO ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്.